Hi everyone, welcome back. Today we are going to discuss some more questions from polynomial. Okay. Next question. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ ആൽഫ റേസ് ടു 4 പ്ലസ് ബീറ്റ റേസ് ടു 4ൻ്റെ പ്രോബ്ലം ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, ഇന്ന് നമുക്ക് ആ പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദി സീറോസ് ഓഫ് ദ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി, ദെൻ ഇവാലുവേറ്റ് ആൽഫ റേസ് ടു 4 പ്ലസ് ബീറ്റ റേസ് ടു 4 alpha square by beta square plus beta square by alpha square. So we should write here f of x is equal to ax square plus bx plus c. First we should write here alpha plus beta, that is equal to minus b by a, and alpha beta is equal to c by a. എല്ലാവരും അത് എഴുതി വെക്കണം കേട്ടോ. ഇനി നമുക്ക് നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൽഫ റേസ് ടു 4 പ്ലസ് ബീറ്റ റേസ് ടു 4 ആണ്. ആൽഫ റേസ് ടു 4 പ്ലസ് ബീറ്റ റേസ് ടു 4 എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യത്തക്ക രീതിയിൽ നമ്മളിതിനെ കൺവേർട്ട് ചെയ്ത് കൊടുക്കുക. ആൽഫ റേസ് ടു 4 പ്ലസ് ബീറ്റ റേസ് ടു 4ൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം, ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഇപ്പം എന്നോട് എഴുതാൻ പോവാണ്. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ. കണ്ടോ, ഇതാണ് നമ്മുടെ ഫോർമുല. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടില്ല. ഇവിടെ ആൽഫ പ്ലസ് ബീറ്റയേ ഉള്ളൂ, ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഇല്ലല്ലോ. അപ്പം നമ്മൾ വീണ്ടും അതിന് ഈ ഫോർമുല ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലും മതി. ഓക്കെ, ചെയ്ത് കാണിക്കാം. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ, ഇതാണ് നമ്മുടെ ഫോർമുല. നമുക്കിതിനകത്ത് ഫസ്റ്റ് നമുക്ക് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ അറിയാൻ പാടില്ല, അത് നമുക്കവിടെ വല്ല ഡയറക്റ്റിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി അത് ബുദ്ധിമുട്ടാണെങ്കിൽ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ആദ്യം നമുക്ക് കാണാം. ദാറ്റ് ഈസ് ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ. ഓക്കെ, അത് നമുക്ക് കണ്ടുപിടിക്കാം, കുഴപ്പമില്ലല്ലോ, ഇതെല്ലാം നമുക്കറിയാവുന്ന. ആൽഫ പ്ലസ് ബീറ്റ മീൻസ് ദാറ്റ് ഈസ് മൈനസ് ബി ബൈ എ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ മീൻസ് 2 ഇൻറ്റു സി ബൈ എ, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ ദ ഹോൾ സ്ക്വയർ മീൻസ് ദാറ്റ് ഈസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് 2c ബൈ എ, ദാറ്റ് ഈസ് ഈക്വൽ ടു LCM. You should take the LCM there, then we will get AB square, sorry, we should take the LCM there, then we will get, here already A square is there, so we should write here B square minus 2AC by A square. ഓക്കെ, അപ്പോൾ നമ്മൾ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ആണ് ആദ്യം കാണുന്നത്. ദാറ്റ് ഈസ് ആൽഫ പ്ലസ് ബീറ്റ ഇത് ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ. Alpha plus beta means that is minus b by a the whole square minus 2 into alpha beta means that is c by a, that is equal to b square by a square minus 2c by a. Then we should take the LCM of this a square and a, that is a square. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? b square minus 2ac by a square. ഇതാണ് നമ്മുടെ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറിൻ്റെത്. ഇത് മനസ്സിലായോ? ഇത്രയും ഭാഗമാണ്, ഇനി അതിൻ്റെ ഹോൾ സ്ക്വയർ ഉണ്ട്. സോ വി ഷുഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ ദ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ ഈസ് ഈക്വൽ ടു, കണ്ടോ, ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ, ദെൻ വി ഷുഡ് റൈറ്റ് ഹിയർ ദിസ് വൺ ബി സ്ക്വയർ മൈനസ് 2ac ബൈ a square the whole square minus 2 alpha square into beta square means that is alpha beta the whole square. So we should write here 2c by a the whole square. Okay, then third, continue watching. Then second question, alpha square by beta square plus beta square by alpha square. That also we should take the LCM there. Second question, alpha raised to 4 plus beta raised to 4 divided by alpha square plus beta square. Okay, മുമ്പത്തെ കൂട്ട് തന്നെ സെയിം ആൽഫ റേസ് ടു 4 plus beta raised to 4 means
alpha raised to 4 plus beta raised to 4 means that is alpha square plus beta square the whole square minus 2 alpha square beta square divided by here alpha square into beta square ആണ് കേട്ടോ. ആയതുകൊണ്ട് ചെയ്യാം. Okay, second question. Alpha square by beta square plus beta square by alpha square is equal to alpha raised to 4 plus beta raised to 4 divided by alpha square beta square. Okay, then alpha raised to 4 plus beta raised to 4 we know alpha square plus beta square the whole square minus 2 alpha square beta square divided by alpha square into beta square. Okay, that is equal to ഇനി alpha square plus beta square നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് നമുക്കിവിടെ ഇട്ട് കൊടുക്കാം അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാം. കുറച്ച് മുമ്പ് നമ്മൾ കണ്ടുപിടിച്ചതുപോലെ ദാറ്റ് ഈസ് ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ. ആൽഫ പ്ലസ് ബീറ്റ മീൻസ് ദാറ്റ് ഈസ് മൈനസ് ബി ബൈ എ ദ ഹോൾ സ്ക്വയർ minus 2 into alpha beta means that is c by a. Then we will get b square by a square minus 2c by a that is equal to b square minus 2ac by a square. b square minus 2ac by a square. ഇത് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതിൽ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ. ഓക്കെ, ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ മീൻസ് ദിസ് വൺ ദറ്റ് ഈസ് ബി സ്ക്വയർ മൈനസ് 2ac b square minus 2ac by a square. Okay, the whole square minus 2 into alpha square beta square means alpha beta is the whole square that is c by a the whole square that is c square by a square divided by alpha square beta square means c square a square c square by a square c square by a square. Then we should solve this. b square minus 2ac the whole square divided by a raised to 4 minus 2c square by a square into c square by a square means that is a square by c square. Okay, then b square minus 2ac the whole square divided by, we should take the LCM here that is a raised to 4 minus 2a square c square into a square by c square. Then we will get b square minus 2ac the whole raised to 4 the whole square minus 2a square c square divided by a raised to 4 and a square cancel, we will get a square only here, then this c square. ഇത്രയും ചെയ്താൽ മതി കേട്ടോ. ഇനി അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. കഴിഞ്ഞ പ്രോബ്ലത്തിലാണെങ്കിലും ബി സ്ക്വയർ മൈനസ് 2ac ദ ഹോൾ സ്ക്വയർ മൈനസ് 2a സ്ക്വയർ ആ ഇതുകൊണ്ട് ഇവിടെ ഓപ്പൺ ചെയ്ത് a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ച് ഓപ്പൺ ചെയ്യണമെന്ന് നിർബന്ധമില്ല, അവിടെ കൊണ്ട് നിർത്തിയാലും മതി കേട്ടോ. അപ്പോൾ ബി സ്ക്വയർ മൈനസ് 2ac ദ ഹോൾ സ്ക്വയർ മൈനസ് 2a സ്ക്വയർ c സ്ക്വയർ ഡിവൈഡ് ബൈ a സ്ക്വയർ c സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലംസൊക്കെ ഈ ഫോർമുല നന്നായിട്ട് പഠിച്ചിട്ട് ആ പ്രോബ്ലംസ് ചെയ്യണം. ഓക്കെ, ഫോർമുല അറിയാമെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിനുവേണ്ടി നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ.
അത് സ്പീഡിൽ ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ ടീച്ചറിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ.